Hi everyone. In this section, we will be studying the testing strategy for conventional software. അപ്പം പ്രീവിയസ് ആയിട്ട് കൺവെൻഷണലി മെത്തേഡിൽ ഇത്രയും കാലം ചെയ്തു വന്നൊരു സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ടെസ്റ്റിംഗ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ഹാൻഡിൽഡ് ഇൻ ദിസ് സെക്ഷൻ. സോ ഫസ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയർ നമുക്ക് അറിയുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ കുറേ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിലും നമ്മൾ അതിൽ വരുന്ന രണ്ട് എക്സ്ട്രീംസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ദർ ആർ ടു എക്സ്ട്രീം. അപ്പം ആദ്യത്തെ എക്സ്ട്രീമും ഉണ്ട്, ഒരു വേറൊരു എക്സ്ട്രീംസും ഉണ്ട്. അപ്പൊ ആ രണ്ട് എക്സ്ട്രീംസിന്റെയും ഇടക്ക് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ സ്ട്രാറ്റജി പെർഫോം ചെയ്യുക. സോ ദ ഫസ്റ്റ് എക്സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് സിസ്റ്റം ഫുള്ളി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സിസ്റ്റം നമ്മൾ ഫുള്ളി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ഓവറോൾ സിസ്റ്റത്തിന്റെ ഏറ്റവും അവസാനമായി കിട്ടുന്ന ഓവറോൾ സിസ്റ്റത്തിന്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ പ്രയോജനമില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം നമുക്കത് യൂസ്ഫുൾ ആണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ കേസസിൽ ആദ്യം ഒന്നും ടെസ്റ്റിംഗ് ചെയ്യാണ്ട് കുറേ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് അവസാനം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ആസ് നമുക്ക് പുറമേ നോക്കുമ്പോൾ അത് യൂസ്ഫുൾ ആണ്. ബട്ട് അത് വർക്ക് ചെയ്യില്ല എന്നാണ് ഇവർ പറയുന്ന ഇവരുടെ കണ്ടെത്തൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ പോലെ അത് വർക്ക് ചെയ്യില്ല. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ബഗ്ഗി സോഫ്റ്റ്വെയർ. ബഗ്ഗി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കുറെ ബഗ്സ് ഒക്കെ ഉള്ള നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ അല്ലാണ്ട് വേറെ ഏതൊക്കെയോ രീതിയിലായ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. ആൻഡ് ഹെൻസ് ആസ് എ റിസൾട്ട് ഇറ്റ് വിൽ ബി ഡിസപ്പോയിന്റിങ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ഇതാണ് ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുവാണ്. വേറൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി വന്നിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. നമ്മൾ എപ്പോഴൊക്കെ സിസ്റ്റത്തിന്റെ കുറച്ച് പാർട്ട് കൺസ്ട്രക്ട് ചെയ്തു അതനുസരിച്ച് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. സോ എപ്പോഴും യൂഷ്വലി ഫോളോ ചെയ്യുന്ന ടെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ രണ്ട് എക്സ്ട്രീമിന്റെയും നടുക്കാണ്. ഒരിക്കലും ഫുള്ളി ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യില്ല, ഒരിക്കലും ഡെയിലി ആരും വന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലുമില്ല. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് വരുന്ന ഒരു സിനാരിയോസിലാണ് യൂഷ്വലി സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നത്. So you can see the point that I have mentioned. A testing strategy that is chosen by many software teams falls between the two extremes. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസിന്റെ ഇടയിലാണ്. അതില് രണ്ടും ഇൻക്ലൂഡഡ് ആണ്, ബട്ട് രണ്ടും ഇൻക്ലൂഡഡ് അല്ല എന്ന രീതിയിലാണ് നമ്മൾ ആ ടു എക്സ്ട്രീംസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതനുസരിച്ചാണ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി പെർഫോം ചെയ്യുന്നത്. സോ ഹെൻസ് ആസ് എ റിസൾട്ട് ഇറ്റ് വിൽ ടേക്സ് ആൻ ഇൻക്രിമെന്റൽ വ്യൂ ഓഫ് ടെസ്റ്റിംഗ്. അതായത് ഡേ ബൈ ഡേ അതിന്റെ ടെസ്റ്റിംഗ് അതിന്റെ ഇതൊക്കെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ പ്രോഗ്രാം യൂണിറ്റ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആ യൂണിറ്റ്സിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഒരു യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആ യൂണിറ്റിന്റെ കൂടെ വേറൊരു യൂണിറ്റും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത മോഡ്യൂൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഡെയിലി ഓരോരോ മോഡ്യൂൾസും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്യാണ്. സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഓൺ ഡെയിലി ബേസിസ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ടെസ്റ്റും പെർഫോം ചെയ്യാം. നമ്മുടെ കൺസ്ട്രക്റ്റഡ് സിസ്റ്റം ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഫുള്ളി ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ദാറ്റ് ഇസ് എ ഇൻക്രിമെന്റൽ വ്യൂ ഓഫ് ടെസ്റ്റിംഗ്. അതിന്റെ അപ്രോച്ച് ആണ് ഓരോ ടൈമിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ സ്പൈറൽ മോഡൽ നമ്മൾ നേരത്തെ സെക്ഷനിൽ കണ്ടു. ആദ്യം തന്നെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഇറ്റ് വിൽ ബി വെരിഫൈഡ്. അതനുസരിച്ച് നമ്മുടെ സ്മോളസ്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഓരോ മോഡ്യൂൾ ആവാം. അതൊക്കെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് തന്നെ പിന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് വരുന്ന കൺട്രോൾ പാത്ത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലൂപ്പിലോട്ടേക്ക് കയറുവാണ്, ഒരു ലൂപ്പിൽ നിന്ന് ഇറങ്ങി വരുവാണ്, ലൈക്ക് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അതൊക്കെ ഒരു പ്രോഗ്രാമിന്റെ കൺട്രോളിന് ചേഞ്ചസ് വരുത്തുന്ന കൺട്രോൾ പാർട്സ് ഒക്കെയാണ്. സോ ദേ ആർ ബീങ് ടെസ്റ്റഡ് സോ ദാറ്റ് ദ എറേഴ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അല്ലെങ്കിൽ നമ്മുടെ എറേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു മോഡ്യൂളിന്റെ അകത്ത് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾ പാർട്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫോർ ലൂപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങാനും അത് വേറെ ഏതെങ്കിലും ഗാർബേജ് വാല്യൂസ് എല്ലാം എടുത്തിട്ട് വേറൊരു മോഡ്യൂളിൽ അത് എഫക്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ലിമിറ്റ് ചെയ്യണം. വി ഷുഡ് റെസ്ട്രിക്ട് ദാറ്റ് കൺട്രോൾ പാത്ത് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് അവർ സിംഗിൾ യൂണിറ്റ് മോഡ്യൂൾ.
അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. നമ്മൾ കൺട്രോൾ പാത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സും അതൊക്കെ നമ്മുടെ ബൗണ്ടറീസിന്റെ അകത്തായിരിക്കണം. വേറൊരു മോഡ്യൂളിനെ അത് ഇന്ററാക്ട് ചെയ്യാനോ അതിൽ വേറൊരു മോഡ്യൂളിനെ എഫക്ട് ചെയ്യാനോ പാടില്ല. സോ എവറിത്തിങ് ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ കമ്പോണന്റ്. അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ട് വരുന്ന ലോജിക് പ്രോസസ്സിങ്ങും. ഇനി അതനുസരിച്ച് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഫോർത്ത് പോയിന്റ്. അതായത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കമ്പോണൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡ്യൂൾസ് നമുക്ക് പാരലലി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ് ആണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. അതായത് ഒരു മോഡ്യൂൾ നമ്മൾ ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്തു, വേറെ മോഡ്യൂൾ അതിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് യൂണിറ്റ് ടെസ്റ്റിംഗ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം 2 യൂണിറ്റ് ടെസ്റ്റിംഗ് ഈസ് ബീങ് പെർഫോംഡ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് അപ്കമിങ് സെഷനിൽ ആ 2 മോഡ്യൂൾസ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വീണ്ടും വേറൊരു ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാം. സോ വി പെർഫോം പാരലലി ഫോർ മൾട്ടിപ്പിൾ കമ്പോണൻസ് ഓർ ദി മോഡ്യൂൾസ്. ഇനി യൂണിറ്റ് ടെസ്റ്റിംഗിൽ തന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ 5 പോയിന്റ്സ് മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡ്യൂൾ ഇന്റർഫേസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ടോ, നമുക്ക് വേണ്ട റിസൾട്ട് കറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് പുറത്തോട്ടേക്ക് വരുന്നുണ്ടോ, അങ്ങനത്തെ പ്രോഗ്രാം യൂണിറ്റ് ഒക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഡാറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡാറ്റ സ്റ്റോറേജ് ടെമ്പററി ആണെങ്കിലും അത് കറക്റ്റായിട്ട് അതിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത് കറക്റ്റായിട്ട് അവിടെ സേവ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനൊരു അൽഗോറിതമിക് എക്സിക്യൂഷൻസ് ആണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാ സ്റ്റെപ്സും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ എക്സാമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. എല്ലാ ഇൻഡിപെൻഡന്റ് പാത്ത് ത്രൂ ദ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ എക്സസൈസ്ഡ്. അതായത് നമ്മൾ പ്രോഗ്രാമിന്റെ കൺട്രോൾ ചേഞ്ച് ചെയ്യാൻ നമുക്ക് കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാം. നമുക്ക് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർ ലൂപ്പ്, ബ്രേക്ക്, കണ്ടിന്യൂ, സബ് റൂട്ടീൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ കൺട്രോൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ആസ് പെർ ദ കോഡ് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് നമുക്ക് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതല്ലാണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതനുസരിച്ച് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഓരോ ഇൻഡിപെൻഡന്റ് പാർട്സും നമ്മൾ ഫോക്കസ് ചെയ്യണം. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ആ ഒരു മോഡ്യൂളിനകത്ത് തന്നെ ഒരു വട്ടമെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് എവറി ഇൻഡിപെൻഡന്റ് പാർട്ട് ഷുഡ് ബി ഡീറ്റെയിൽഡി focused. Then you have the boundary conditions are tested. അതായത് നമ്മളിപ്പോൾ ഒരു array യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യാണ്. array ആണെങ്കിൽ നമുക്കൊരു ബൗണ്ടറി മെൻഷൻ ചെയ്യാം. ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ബൗണ്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അത് ലിങ്ക് ചെയ്ത് കൊടുക്കാം. സോ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മോഡ്യൂളിൽ അകത്ത് തന്നെ പെർഫോം ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് വിത്തിൻ ദാറ്റ് മോഡ്യൂൾ. അപ്പോൾ നമുക്ക് array index ഔട്ട് ഓഫ് ബൗണ്ടറി അങ്ങനത്തെ എറേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്കത് ഒഴിവാക്കാം. ആൻഡ് അതിനുശേഷം ഏറ്റവും ഫൈനലായിട്ട് വരുന്നത് എല്ലാ എറർ ഹാൻഡ്ലിംഗ് പാർട്സും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സെപ്ഷൻസ് വന്നാൽ നമ്മൾ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന എറർ ഹാൻഡ്ലിംഗ് ആയിട്ട് വരുന്ന പാർട്സ് ഒക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. സോ ദിസ് ഈസ് എ സ്മോൾ പിക്ചർ ഓഫ് യൂണിറ്റ് ടെസ്റ്റിംഗ്. അപ്പം മെയിൻലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർഫേസ്, ഡാറ്റ സ്ട്രക്ചർ, ബൗണ്ടറി കണ്ടീഷൻ, ഇൻഡിപെൻഡന്റ് പാർട്സ്, എറർ ഹാൻഡ്ലിംഗ് പാർട്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു മോഡ്യൂളിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ടെസ്റ്റ് കേസസ് കൊടുക്കുമ്പം ഇത്രയും ടെസ്റ്റ് കേസസ് കൊടുക്കുമ്പം ഓരോ ടെസ്റ്റ് കേസസും ഓരോ തവണ ഇത്രയും ചെക്ക് ചെയ്തിട്ടാണ് വിച്ച് ഈസ് പ്രസന്റഡ് ഇൻ ദ മോഡ്യൂൾ. അപ്പൊ യൂണിറ്റ് ടെസ്റ്റിംഗിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനൊരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പം എക്സാമിനേഷന് വാട്ട് ഈസ് യൂണിറ്റ് ടെസ്റ്റിംഗ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം, ഈ ഫിഗറും വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് യു ഹാവ് ദ കോമൺ എറേഴ്സ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ യൂണിറ്റ് ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കോമൺലി കണ്ടുവരുന്ന എറേഴ്സ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് അരിത്തമാറ്റിക് പ്രസിഡൻസ്. അതായത് നമ്മൾ ഓൾറെഡി പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ടാവും ബോർഡ് മാസ് റൂൾ. ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ്. പ്ലസും മൈനസിനെക്കാളും കുറച്ചുകൂടി അധികം പ്രസിഡൻസിനൊക്കെ ബ്രാക്കറ്റ്സ് അതിനൊക്കെയാണ് കുറച്ചുകൂടി അധികം പ്രസിഡൻസ് നമ്മൾ പണ്ട് എപ്പോഴും നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഹിയർ ഓൾസോ വി ഫോളോ ഓൺ ദ അരിത്തമാറ്റിക് പ്രസിഡൻസ്. അപ്പം കമ്പൈലർ അത് റൺ ചെയ്യുമ്പം അതനുസരിച്ച് പ്രസിഡൻസ് കൊടുക്കാൻ നമ്മൾ അതിന് സോൾവ് ചെയ്യണം. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള അരിത്തമാറ്റിക് പ്രസിഡൻസ് വരുമ്പോൾ അതനുസരിച്ച് എറർ ട്രിഗർ ചെയ്യും. സെക്കൻഡ് വൺ ഇസ് മിക്സഡ് മോഡ് ഓപ്പറേഷൻ. ഒരു മോഡ് തന്നെ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഈക്വലി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുക. മിക്സഡ് ആയിട്ട് കൊടുക്കുമ്പം അതും എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനീഷ്യലൈസേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, ദെൻ ആക്യുറസിയിൽ കുറച്ച് ചേഞ്ച് വരുന്നു,
പിന്നെ symbolic representation of an expression അതിലും incorrect വരുമ്പോഴൊക്കെയാണ് എറേഴ്സ് വരുന്നത്. അപ്പോൾ അതൊരു പ്രോഗ്രാം ഡൊമൈനിൽ പ്രോജക്റ്റ് ഡൊമൈനിൽ നോക്കുമ്പോൾ ഏതിലും എറേഴ്സ് വരാം. ബട്ട് ഹിയർ വി ആർ ഫോക്കസിങ് ഓൺ യൂണിറ്റ് ടെസ്റ്റിംഗ്. അത് ചെയ്യുമ്പോൾ വരുന്ന ചെറിയ ചെറിയ എറേഴ്സ് ആണ് ഇത്രയും ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന 5 എണ്ണം. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ബൗണ്ടറി ടെസ്റ്റിംഗ്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത്. യൂണിറ്റ് ടെസ്റ്റിംഗിനകത്ത് വരുന്നതാണ് ബൗണ്ടറി ടെസ്റ്റിംഗ്, ദെൻ യു ഹാവ് ദ ആന്റി ബഗ്ഗിങ്, ദെൻ അപ്പോൾ അത് രണ്ടുമാണ് യൂണിറ്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ബൗണ്ടറി ടെസ്റ്റിംഗ് ആണ്. ബൗണ്ടറി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിംഗ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടാസ്ക് ആണ് ബൗണ്ടറി ടെസ്റ്റിംഗ്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അറേ ഇൻഡെക്സസ് ഔട്ട് ഓഫ് ബൗണ്ടറി അല്ലെങ്കിൽ അറേ ബൗണ്ട്സ് മോർ ദാൻ സ്പെസിഫൈഡ് അങ്ങനെയൊക്കെ എറേഴ്സ് വരുമ്പോൾ നമുക്ക് ആ ഒരു ബൗണ്ടറി നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും ബൗണ്ടറി സ്പെസിഫൈ ചെയ്യണം. അതിൻ്റെ അകത്ത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വാല്യൂസ് യൂസ് ചെയ്യണം. അറേ ഇൻഡെക്സ് ഷുഡ് നോട്ട് ബി ഔട്ട് ഓഫ് ദ ബൗണ്ടറി. അപ്പോൾ അതാണ് യൂഷ്വലി കണ്ടുവരുന്ന എറേഴ്സ്. ദാറ്റ് ഈസ് വെൻ ദ nth എലിമെന്റ് ഓഫ് an n-dimensional array is processed. അപ്പോൾ നമ്മൾ അത് പ്രോസസ്സ് ചെയ്യുമ്പം n-dimensional array ആണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. nth എലിമെന്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ യൂഷ്വലി അവിടെ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ബൗണ്ടറീസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനാണ് വി സേ ഇറ്റ് ആസ് ദി ബൗണ്ടറി ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ആന്റി ബഗ്ഗിങ്. ആന്റി ബഗ്ഗിങ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഡിസൈൻ ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഡിസൈൻ ആന്റിസിപ്പേറ്റ്സ് എറർ കണ്ടീഷൻ ആൻഡ് ഓൾസോ എറർ ഹാൻഡ്ലിംഗ് പാർട്സ് ഒക്കെ ഉണ്ട്. സോ അതനുസരിച്ച് ഇപ്പൊ ഒരു പാത്തിൽ എറർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിന്റെ പാത്ത് ചേഞ്ച് ചെയ്യണം. വി ഷുഡ് റീറൂട്ട് ഓർ ക്ലീൻലി ടെർമിനേറ്റ് പ്രോസസിങ് വെൻ എറർ ഡസ് ഒക്കർ. അപ്പൊ ആന്റി ബഗ്ഗിങ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എറർ കണ്ടുപിടിച്ചു, അതിനുശേഷം എറർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തില്ല എന്നൊരു കേസ് വരുമ്പോൾ നമ്മൾ റീറൂട്ട് ചെയ്യാണ്, അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് തന്നെ ചെയ്യാണ്. സോ ദിസ് ഫോളോസ് ഓൺ എ ഗുഡ് ഡിസൈൻ ആൻഡ് ദസ് ഇറ്റ് ഇസ് നോൺ ആസ് ആന്റി ബഗ്ഗിങ്. ഇനി വരുന്നത് യൂണിറ്റ് ടെസ്റ്റിലെ കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പം ഒരു യൂണിറ്റ് ടെസ്റ്റിലെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ്. സോഴ്സ് കോഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടെസ്റ്റ് കേസസ് കൊടുക്കും. അപ്പം ടെസ്റ്റ് കേസസ് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ആ ഡിസൈൻ ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഡിസൈൻ ഫേസസിൽ ഓൾറെഡി ഡിസൈൻ എങ്ങനെ വേണമെന്നും എന്തൊക്കെ മീറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ടെസ്റ്റ് കേസസ് ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെയാണ് ആ ഡിസൈൻ ഇൻഫർമേഷനിൽ റിവ്യൂ ആയിട്ട് തരാം. അതുപോലെ തന്നെ ഓരോ ടെസ്റ്റ് കേസസ് കൊടുക്കുമ്പം എന്തൊക്കെ റിസൾട്ട് ആണ് തരേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. And also the last section shows as a driver and stub modules has to be developed for each unit test. ഈ ഡ്രൈവർ ആൻഡ് സ്റ്റബ് മോഡ്യൂൾസ് എന്ന് പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡ്രൈവർ ആൻഡ് സ്റ്റബ് മോഡ്യൂൾസ് എന്ന് പറയുന്നത് ഒരു ഡമ്മി ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു ഡമ്മി ആയിട്ടുള്ള മെയിൻ പ്രോഗ്രാമാണ്. നമ്മൾ ടെസ്റ്റ് കേസ് ഡാറ്റ അത് ആക്സെപ്റ്റ് ചെയ്യും, അതനുസരിച്ച് ഡാറ്റ കമ്പോണൻസിലൊക്കെ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈനിലൊക്കെ ഈ ഡാറ്റാസ് പാസ് ചെയ്യും, എന്നിട്ട് അതനുസരിച്ച് ടെസ്റ്റ് ചെയ്യും, അതനുസരിച്ച് റിലവൻ്റ് ആയിട്ടുള്ള റിസൾട്ട് അത് പ്രിന്റ് ചെയ്യും. സോ ഒരു ഡമ്മി ആയിട്ടുള്ള മെയിൻ പ്രോഗ്രാമാണ്. നമ്മൾ യൂഷ്വലി മെയിൻ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യില്ല. മെയിൻ പ്രോഗ്രാമിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ച് അതൊരു ഡമ്മി പോലെ ആയിട്ട് ചെയ്തിട്ട് അതിലെയാണ് നമ്മൾ മെയിൻ പ്രോഗ്രാം എന്ന് പിന്നെ ചെയ്തിട്ട് റിസൾട്ട് തരുന്നത്. അപ്പം ആക്ച്വൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ആ ഡ്രൈവർ പ്രോഗ്രാം ആൻഡ് സ്റ്റബ് മോഡ്യൂളിനെ അത് എഫക്ട് ചെയ്യാം. നമ്മൾ ഒറിജിനൽ ചെയ്ത കോഡ് അവിടെ ശരിയായിട്ട് തന്നെ ഉണ്ടാവും, പിന്നെ അതനുസരിച്ച് അതിൽ ചേഞ്ച് വരുത്തിയാൽ മതി. സ്റ്റബ് എന്ന് പറയുന്നത് നമ്മുടെ മോഡ്യൂൾസ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഓരോ കമ്പോണന്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില മോഡ്യൂൾസ് ഒക്കെ ഇൻവോക്ക് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് ഡമ്മി സബ് പ്രോഗ്രാം. സോ ഡ്രൈവർ ഇസ് എ ഡമ്മി മെയിൻ പ്രോഗ്രാം ആൻഡ് സ്റ്റബ്സ് ആർ ദ ഡമ്മി സബ് പ്രോഗ്രാം വിച്ച് ഇസ് ബേസിക്കലി ആക്ട് ആസ് എ സബോർഡിനേറ്റ് ഓഫ് ദ ഡ്രൈവർ. സബോർഡിനേറ്റ് ആണ്, ഓരോ മോഡ്യൂൾസിന്റെ ഇന്റർഫേസ് മെൻഷൻ ചെയ്യാനാണ്. അപ്പൊ അതിൽ വരുന്നത് മിനിമം ആയിട്ടുള്ള ഡാറ്റ മാനിപ്പുലേഷൻ ആണ്. എന്തൊക്കെയാണ് അതിലോട്ടേക്ക് വരുന്ന ഡാറ്റാസ്, അതിൽ എന്തൊക്കെയാണ് എൻട്രി വരുന്ന ഡാറ്റാസ്, അതിൽ നിന്ന് പോകുന്ന ഡാറ്റാസ് എന്താണ്, അതിൽ വരുന്ന കൺട്രോൾസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിംഗ് സമയത്ത് ഈ സ്റ്റബ് മോഡ്യൂൾ ചെയ്യുന്നത്. സോ ഹെൻസ് ദാറ്റ് ഇസ് ദ ഡ്രൈവർ ആൻഡ് സ്റ്റബ് മോഡ്യൂൾ വിച്ച് ആക്ട് ആസ് എ ഡമ്മി പ്രോഗ്രാം. അപ്പൊ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു ഡമ്മി മെയിൻ പ്രോഗ്രാം ആണ്, സ്റ്റബ് എന്ന് പറയുന്നത് ഒരു ഡമ്മി സബ് പ്രോഗ്രാം ആണ്. And next we move to the last section of this topic. Here you have the driver. ഡ്രൈവറിൽ തന്നെ നമുക്ക് മോഡ്യൂൾ ടെസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെസ്റ്റ് കേസസും ഉണ്ട്. അപ്പം നമ്മളിവിടെ മെയിൻ പ്രോഗ്രാം അല്ല കൊടുക്കുന്നത്, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡ്രൈവർ മെയിൻ പ്രോഗ്രാമും സ്റ്റബ് ഡമ്മി സബ് പ്രോഗ്രാംസും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നേരത്തെ പോലെ തന്നെ ടെസ്റ്റ് കേസസ് കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് ചെക്ക് ചെയ്ത് നമ്മുടെ
മെയിൻ ഡ്രൈവർ പ്രോഗ്രാമിലേക്ക് പോകും. ദാറ്റ് ഈസ് എ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദ ഒറിജിനൽ പ്രോഗ്രാം. അതിൽ ചെക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട് ഒക്കെയാണ് മെയിൻ പ്രോഗ്രാം റിട്ടേൺ ചെയ്യുക. സോ ഇതാണ് യൂണിറ്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് ഡ്രൈവർ ആൻഡ് സ്റ്റബ് മോഡൽസ് വരുമ്പോൾ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ. So thus we come to the end of this section. Thank you.